അങ്ങനെ ഇത്രയും കാലം എൻ്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ ചവിട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലാൻ നോക്കിച്ച് ഇപ്പൊ ജയിലിലാക്കാൻ നോക്കണ്. ഞങ്ങള് ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ വീട്ടുകാരാണല്ലോ, അപ്പൊ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് വീട്ടിൽ പോലീസുകാർ വന്ന് സെർച്ച് ചെയ്തത് വിത്തൗട്ട് സെർച്ച് വാറന്റ് ഇല്ലാണ്ട്. ഇത്രയും കാലമായിട്ട് എനിക്ക് നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എന്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി ഇവളാണെന്നാണ് ഈ നാറിയ സമൂഹം പറഞ്ഞത്. എന്തടേ ഇപ്പം ഒരുത്തൻ്റെ കയ്യില് അവന്റെ തന്തയോ തള്ളയോ വളർത്തിയത് ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു മര്യാദയുണ്ട്. ഈ പെണ്ണ് കിട്ടാത്ത കുറെ മൊണ്ണകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, അവന്മാരാണെന്ന് തോന്നി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. വനിതാ പോലീസ് സ്റ്റേഷനിൽ SI ആണെന്നാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ SIയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ഒപ്പിടണം, കേസ് ആയതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം. എനിക്ക് മനസ്സിലായില്ലത്. ഒരു കേസ് എടുത്തു എന്നതിന്റെ പേരിൽ, FIR ഇട്ടു എന്നതിന്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണമെന്നൊക്കെ പറയുന്ന ആ ഒരു നിയമ സെക്ഷൻ അവിടെ ഇല്ല, അല്ലെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഇതെന്തോ പ്ലേ ആണ് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ട്രിക്ക് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു, എന്നിട്ട് അത് ആഘോഷിക്കാൻ മീഡിയാസ് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു, സെർച്ച് വാറന്റില്ലാണ്ട് ഒരു വീട്ടിൽ കയറി സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെയാണ് കുറേ നാൾക്ക് ശേഷം ആലപ്പുഴ കണ്ടത്. ആലപ്പുഴ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ കോടതിയാണ് കണ്ടത്. നമ്മൾ രാവിലെ ഒരു 10 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 1-1:30 വരെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് അതിനകത്തുനിന്ന് പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ കൂട്ടുകാർ കുറച്ചുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി വളപ്പിൽ നിന്ന് അങ്ങനെ കയ്യാമം വെക്കത്തില്ലെന്നോ കസ്റ്റഡിയിൽ എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു ആ കാര്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊന്നും അല്ല. കാരണം അറസ്റ്റ് വാറന്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പോണു, അതിനായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും സെറ്റ് ചെയ്ത് നൈസായിട്ട് ചതിക്കുഴിയിൽ കൂടെ എന്ന് വെച്ചാൽ ട്രിക്ക് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഉള്ളിലാക്കാൻ നോക്കുന്നു, എന്നിട്ട് അത് ആഘോഷിക്കാൻ മീഡിയാസ് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു, സെർച്ച് വാറന്റില്ലാണ്ട് ഒരു വീട്ടിൽ കയറി സെർച്ച് ചെയ്യുന്നു. അപ്പൊ അച്ഛനുണ്ടായിരുന്നു ഇവിടെ, അമ്മയിലുള്ള സ്ത്രീകളുള്ള വീട്ടിൽ കയറി സെർച്ച് ചെയ്യുന്നു. എന്നുവെച്ചാൽ അറസ്റ്റ് വാറന്റും ഇല്ല, സെർച്ച് വാറന്റും ഇല്ല. അപ്പൊ ഇതൊക്കെ അതെന്താ, നമ്മൾ ആരെങ്കിലും കൊന്നോ അല്ലെങ്കിൽ എന്തേലും സ്മഗ്ലിങ് ചെയ്തോ? ഇത്രയും തെറ്റൊന്നും ചെയ്യാത്ത ഒരാളുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ പെരുമാറുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണില്ല. ഞാൻ പിന്നെ ആരെയും പഴിചാരുന്നൊന്നുമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ പേരിലായിരിക്കും പുതിയ കേസ് വരാൻ പോണത്. പേടിച്ചിട്ടാണ്. ഇപ്പം തന്നെ നോൺ ബെയിലബിൾ ആയിട്ട് അതുകൊണ്ടൊക്കെ വകുപ്പുകൾ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആര് ചെയ്തെന്നോ എന്തിനു ചെയ്തെന്നോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. ഇന്നലെ എന്തായാലും ജാമ്യം കിട്ടി. അത് വലിയൊരു കാര്യം. ഇനി ഈ കേസിൻ്റെ പേരിൽ അവിടുന്ന് അറിഞ്ഞ കാര്യമാണ് കേട്ടോ, കോടതിയിൽ നിന്ന്. ഈ കേസിൻ്റെ പേരിൽ ഇനി അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് കോടതിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്, അല്ലെ പോകുമെന്നുള്ളതാണ് അവിടുന്ന് അറിഞ്ഞത്. പിന്നെ നമുക്ക് 22-ാം തീയതി, അതായത് കഴിഞ്ഞ ആഴ്ചയായിട്ട് വരും അല്ലേ, 22-ാം തീയതി 10-15 ദിവസം മുന്നേ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉച്ച 2 മണി 2:30 സമയത്തായപ്പോഴത്തേക്ക് ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളി വന്നത്. ഹലോ രോഹിത് അല്ലേ, ഞാൻ ഇന്ന ആളാണ്, വനിതാ പോലീസ് സ്റ്റേഷനിൽ SI ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയൂ മാഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒരു കേസ് എടുത്തിട്ടുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാം, കാരണം പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നുവെച്ചാൽ ഒരു ചെറിയൊരു കേസ് എടുത്തു എന്നതിൻ്റെ പേരിൽ വീട്ടുകാർ അവർക്കും പോലീസുകാർക്കും അറിയാം ഇതിനകത്ത് മറ്റേ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് അവർക്കും അറിയാം. അപ്പോൾ അവരിത് മാക്സിമം കറക്റ്റായിട്ട് സംസാരിച്ചപ്പോഴാണല്ലോ എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തെളിവോ കാര്യങ്ങളോ ഒന്നും അവരുടെ കയ്യിലില്ല. പിന്നെ കുറേ അലിഗേഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതൊക്കെ വ്യക്തമായിരുന്നു. കള്ളസാക്ഷികളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. അപ്പം ഇതിനകത്ത് എൻ്റെ വീട്ടുകാർക്ക് എന്നെ കൊടുക്കണം, അകത്താക്കണം, അത്രേ ഉള്ളൂ. അവരുടെ പ്ലാൻ വേറെ എന്താണ് അതിനപ്പുറത്തുള്ള അവരുടെ ലാഭം എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം അവർക്ക് എന്നെ വേണ്ട, എന്നെ അകത്താക്കണം, അതാണ് ഇപ്പോൾ അവരുടെ പ്ലാൻ. രാത്രി ആയപ്പോഴത്തേക്കും തന്നെ കേസായി എന്നൊക്കെ പല ഓൺലൈൻ മീഡിയാസിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾക്ക് അത്യാവശ്യം ഫെയിം ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കാണ് ഈ കോൾ വന്നിട്ട് കേസായി എന്നറിയാലോ. ഞാൻ പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇവിടം വരെ ഒന്ന് വരണം, എന്നിട്ട് പ്രിൻസിപ്പൽ SIയുടെ മുമ്പിൽ ഒരു നോട്ടീസ് ഒപ്പിടണം. കേസ് ആയതിൻ്റെ പേരിൽ നോട്ടീസ് ഒപ്പിടണം. എനിക്ക് മനസ്സിലായില്ലത്. നോട്ടീസ് കൈപ്പറ്റണമെന്നല്ല, നോട്ടീസ് ഒപ്പിടണം. അപ്പോൾ ഞാൻ ശരി എന്നാൽ 4 മണിക്ക് വന്നാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ മതി എന്ന് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ അടുത്തായിട്ടുണ്ട്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇങ്ങോട്ട് എക്സ്ട്രാ ആയിട്ടൊരു പോയിന്റും കൂടെ, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ അഭിനയിക്കാൻ നോക്കിയാണോ അല്ലെങ്കിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കിയാണോ എന്നറിയില്ല, അവിടെയാണ് പോയത് കേട്ടോ. അപ്പം അതൊന്ന് പറയാം. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് പറഞ്ഞു, ഇത് നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞ്
വലിയ ഇഷ്യൂ ആക്കരുത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ് അല്ല ഇത് സ്ത്രീകൾക്കെതിരെയുള്ള കേസാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ സ്ത്രീകൾക്കായിരിക്കും നിയമത്തിൻ്റെ പരിരക്ഷ കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങളായിട്ട് ഇത് ആരെയും വിളിച്ചു പറഞ്ഞ് വിഷയമാക്കരുതെന്ന്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇവരെന്താ കറക്റ്റ് ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല, പക്ഷെ എന്തോ ഒരു ഫിഷിയായിട്ട് സ്കെച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നമ്മുടെ ലോയർ സൈഡിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് അറിയാൻ പറ്റിയ അറിവ് ഇങ്ങനെയാണ്, അറിയാൻ പറ്റിയ അറിവ് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നിട്ട് നമ്മൾ ആ സംഭവം ഒപ്പിടുന്നതോ കൊടുക്കുന്നതോ ഒക്കെ വേറെ, പക്ഷെ അല്ലാത്ത പക്ഷം ഒരു കേസ് എടുത്തു എന്നതിൻ്റെ പേരിൽ, FIR ഇട്ടു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു വിളി വന്നിട്ട് നമ്മൾ അവിടെ പോയി ഒപ്പിടണം, അല്ലെ നോട്ടീസ് ഒപ്പിടണം എന്നൊക്കെ പറയുന്ന ആ ഒരു നിയമ സെക്ഷൻ അവിടെ ഇല്ല, അല്ലെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. ഇതെന്തോ പ്ലേ ആണ് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിളിച്ചിട്ട് അറസ്റ്റ് ഉണ്ട്, വാറണ്ട് ഉണ്ട്, നിങ്ങൾ വരണം എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചു പിരിച്ച് പോയേനെ. കാരണം അറസ്റ്റ് വാറണ്ട് വന്ന് നിയമപരമായിട്ട് മുന്നറിയിപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് ഒബേ ചെയ്യണം. നമ്മുടെ ഇന്ത്യൻ നാട്ടിലെ ഒരു കോമൺ മാൻ എന്ന രീതിയിൽ നമ്മളത് ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതിങ്ങനെ ഈ ഒരു രീതിയിലുള്ളൊരു കളിയായതുകൊണ്ട് എനിക്ക് അവിടെ പോയി തലവെക്കാൻ തോന്നിയില്ല. ഞാൻ നേരെ എൻ്റെ വൈഫുമായിട്ട് ഒന്ന് മാറി. ഇത് നമ്മുടെ വക്കീല് പറഞ്ഞ പ്രകാരം ഞങ്ങൾ മാറിയത്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇല്ലീഗലായിട്ടുള്ളൊന്നും ചെയ്തിട്ടുമില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ നോട്ടീസ് ഒപ്പിടാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ആക്ച്വലി നമ്മളൊന്ന് നീങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ഒരു 4 മണി സമയത്തോട് ചേർന്ന് വനിതാ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഏതൊക്കെയോ വളിക്കാടൻ ടീം, പിന്നെ ഏതാണ്ടൊക്കെ അയാളുടെ ചിങ്കിടികളായിട്ടുള്ള ന്യൂസ് ചാനൽസോ കാര്യങ്ങളോ ഒക്കെ അവിടെ ആഘോഷിക്കാൻ, ആഘോഷിക്കാനായിട്ട്, അറസ്റ്റ് വാറണ്ട് ഇല്ലാത്ത അറസ്റ്റ് ആഘോഷിക്കാനായിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ചമ്മിപ്പോയി. കാരണം പറഞ്ഞ പോലെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നിയമ മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത പക്ഷം നമ്മൾ ഇവരുടെ ട്രാപ്പിൽ ഡ്രാമയുടെ അകത്ത് പോയിട്ട് തലവെക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ അവർ ചമ്മി വീട്ടിൽ പോയെന്നാണ് അറിഞ്ഞത്. നമ്മൾ ആക്ച്വലി എനിക്കിപ്പം എൻ്റെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതല്ലായിരുന്നു, എൻ്റെ വൈഫിൻ്റെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതായിരുന്നു. കാരണം എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നത് എന്നെ മാത്രമല്ല, ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി ഇവളാണെന്നാണ് ഈ നാറിയ സമൂഹം പറഞ്ഞത്. എന്തടേ ഇപ്പം ഒരുത്തൻ്റെ കയ്യിൽ അവൻ്റെ തന്തയോ തള്ളയോ വളർത്തിയത് ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു മര്യാദയുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്തയും തള്ളയും വിളിക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞാൽ. അങ്ങനെ അനാവശ്യമായിട്ട് ആരെയും വിളിക്കാറുമില്ല, ആവശ്യമുള്ളവരെയും വിളിക്കാറുണ്ട്, വേറെ കാര്യം. പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്റെ വീട്ടുകാർ നിന്നോടുള്ള പാരന്റിങ് ശരിയല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ അല്ല നിന്റെ വൈഫിൻ്റെ വൈഫിങ് ശരിയല്ലേ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എന്നാ വർത്താനം, അതെന്താണ് നീയൊക്കെ ഉദ്ദേശിക്കുന്നത്? ബോധമുണ്ടാ? കുറച്ചൊക്കെ മാന്യതയുണ്ടാ? അതായത് ഇപ്പം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അയാളെയാണ് അതിൽ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്, അല്ലെ അയാളാണ് ഉത്തരവാദി. അതിനകത്ത് അയാളുടെ ഭാര്യ എങ്ങനെ ഉത്തരവാദിയാണ്? ഈ പെണ്ണ് കിട്ടാത്ത കുറെ മൊണ്ണകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, അവന്മാരാണെന്ന് തോന്നി ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്നത്. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വേറൊരു ലോജിക്ക് മനസ്സിലാവണില്ല. ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് വേറെ ലോജിക്കില്ല. പെണ്ണ് കിട്ടാത്തവന്മാരുടെ രോദനം, അല്ലാണ്ട് എന്തോ പറയേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീലമ്പടനായിട്ടുള്ള ഒരാൾ, അയാൾ നിൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ അമ്മയോടോ പെങ്ങളോടോ അനാവശ്യമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നീയൊക്കെ അയാളെ കുറ്റം പറയുക, അല്ലെ അയാളുടെ കുത്തിന് പിടിക്കുകയോ, അതോ അയാളുടെ ഭാര്യ കാരണമാണ് ഈ സംഭവിച്ചത്, അപ്പോൾ അയാളുടെ ഭാര്യയാണ് എല്ലാത്തിനും ഉത്തരവാദിത്തം എന്ന് പറയുമോ? അങ്ങനെ പറയുന്നവരായിരിക്കും ഈ കിടന്ന് കരയുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ ചെയ്തവനിട്ട് വേണം പണിയാനായിട്ട്. ഇപ്പം നമ്മുടെ ഭാഗത്ത് നമുക്കറിയാം നമ്മൾ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇതിനകത്ത് പശ്ചാത്താപമോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ കുട്ടിയുടെ റിലേഷനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ പറയിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ അത് ഞങ്ങൾ പറയരുതായിരുന്നു. അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്ഷമയും ചോദിക്കുന്നുണ്ട്. നമ്മളൊരു കാരണവശാലും ഇപ്പോൾ ഒരു കഷായം ഗ്രീഷ്മയെ കുറിച്ചിട്ട് പുള്ളിക്കാരി കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡറാണ്, അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. കാരണം അവൾ റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമൂഹത്തിൽ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യണില്ല. പിന്നെ നമ്മുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ ഇവർ ഡിഫേമേഷൻ ചെയ്തിട്ടുണ്ട്. അവരെ ഡിഫേമേഷൻ ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തേക്കുന്നത്. അവർ നല്ല രീതിയിൽ, എനിക്ക് സ്വർണ്ണത്തിൽ കണ്ണുണ്ടായിരുന്നു, കാലാകാലങ്ങളായിട്ട് എനിക്ക് സ്വർണ്ണത്തിൽ നോട്ടമുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത്രയും കാലം സ്വർണ്ണം എന്തുകൊണ്ട് എവിടെയും പോയില്ല? ഇത്രയും കാലമായിട്ട് എനിക്ക് നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? അത് എനിക്ക് ഈ നോട്ടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നേ പോയേനെ. കാരണം വീട്ടിലെ അന്നദാതാവ് ഞാനായിരുന്നല്ലോ.
A to Z കാര്യങ്ങൾ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്, പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരെ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് സ്വർണത്തിൽ നോട്ടമുള്ളവനാകുന്നത്? അല്ലെ അതിനെന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ പറയണം. താങ്കൾ തന്നെ ഈ പറഞ്ഞ എനിക്ക് താങ്കൾ സ്വർണത്തിൽ നോട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് താങ്കൾ തന്നെ പല വ്യക്തികളോടും എൻ്റെ കൂടെ വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർണം വീട്ടുകാർ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ലോൺ വെച്ചത്. മുഴുവൻ സ്വർണ്ണമല്ല, ആ കുറച്ച് സ്വർണം ലോൺ വെച്ചത് 2.7 2,70,000 2,70,000 കറക്റ്റ് എമൗണ്ട് നോക്കേണ്ടി വരും. ഈ പറഞ്ഞ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് ലോൺ വെച്ചത് എൻ്റെ വീട്ടുകാർ കൺവിൻസ് ചെയ്തിട്ടാണെന്നുള്ളത് താങ്കൾ പറഞ്ഞേക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ ആൾക്കാരെ അവർ വില്ലിങ് ആണെങ്കിൽ കോടതിയിൽ കൊണ്ടുപോയിക്കോളാം ഞാൻ. അല്ലാണ്ട് എന്തോ പറയണ്ടേ, വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്കിപ്പം ഇവർ കോടതിയും കാര്യങ്ങളായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ഇത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ മാത്രം ബുദ്ധിമുട്ടിക്കണമെന്നല്ല എല്ലാവരുടെ ഉദ്ദേശം. എൻ്റെ വീട്ടുകാരെയും കൂടെ, ഞങ്ങളെ ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടുകാരാണല്ലോ. അപ്പോൾ അവരെയും കൂടെ ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് വീട്ടിൽ പോലീസുകാർ വന്ന് സെർച്ച് ചെയ്തത് വിത്തൗട്ട് സെർച്ച് വാറണ്ട് ഇല്ലാണ്ട്. അങ്ങനെ സെർച്ച് വാറന്റ് ഒക്കെ ഇല്ലാണ്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പക്ഷെ ഈ പറഞ്ഞ പോലെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അറസ്റ്റ് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ശരിയായിട്ടുള്ള നീക്കങ്ങളായിട്ട് മാറുന്നതെന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കൊല ചെയ്തവനോ ഒരു പീഡനം ചെയ്തവനോ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു എന്തുവാ നാട്ടിൽ എന്തോരം ഉടായ്പുണ്ട്, എന്തോരം അടിച്ചുമാറ്റൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്തേലും ഈ കള്ളും കഞ്ചാവും ഒക്കെ കച്ചവടം ചെയ്യുന്നവനൊക്കെ എതിരെ ഇങ്ങനെയൊക്കെ എന്തേലും മൂവ്മെന്റ് ഉണ്ടാ? അങ്ങനെ യൂട്യൂബർ ആണ്, നീ ഒരു വ്ളോഗർ ആണ്, അതൊക്കെ കൊണ്ട് ന്യൂസ് വാല്യൂ ഉണ്ട് അവർക്ക്. എല്ലായിടത്തും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആണല്ലോ. അതുകൊണ്ട് ഈ പാവപ്പെട്ടന്റെ നെഞ്ചത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവന് എന്തുവാ ആകെ സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം വിളിച്ചു പറയുന്നു എന്നല്ലാണ്ട് അവന് ഹോൾഡും ഇല്ല, പൈസയില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ നെഞ്ചത്തോട്ട് കയറാം, അവന് അഴിയെണ്ണിക്കാം. അതിനകത്ത് എല്ലാവരും കൂടെ നല്ല രീതിയിൽ നിൽക്കുന്നു. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ പൈസ കിട്ടുമായിരിക്കും. അതിനായിരിക്കും ഈ പബ്ലിസിറ്റി സ്റ്റണ്ടും കളികളും ഒക്കെ നടക്കുന്നത്. എന്തടാ ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു ലേശം മര്യാദ വേണ്ടേ? ലേശം അല്ലെ ഉള്ള കാര്യം പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതോ അതിനനുസരിച്ചിട്ട് മുന്നറിയിപ്പ് തരുന്നതോ ഒക്കെ ആണെങ്കിൽ, അല്ലെ ഒരു വാണിംഗ് വിളിക്കുന്നു, വിളിച്ചു വരുത്തുന്നത് വേറെ, കള്ളം പറഞ്ഞിട്ട് വിളിക്കുന്നത് അതൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്താ പറയാനാ? ഇനിയിപ്പം ഇതിനകത്ത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഭയങ്കര ആദ്യം ഒരു ടെൻഷനായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ആകെ ഒരു ഇച്ചിരി സമയമുണ്ട്, വിളിച്ചിട്ട് പലരെയും കിട്ടണില്ല, നമ്മൾ എങ്ങനെ മാറാനാണ് ഇതിനകത്തുനിന്ന്. നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോഴേ നമുക്ക് ആരുമില്ല എന്നുള്ളത് നമുക്ക് കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ട്. വേറെ നമ്മൾ പലരെയും വിചാരിച്ച് കൂട്ടുകാരാണ്, പരിചയക്കാരാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്തതിന് തിരിച്ചൊരു ഹെൽപ്പ് കിട്ടുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് മനസ്സിലായി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. കാരണം വിളിച്ചിട്ട് പലരും എടുക്കണില്ല. എൻ്റെ പൊന്നെ, നമ്മൾ കിടന്നൊരു പാട്. ഈ സമയമൊക്കെ വരുമ്പോഴാണ് നമ്മളെ ട്രൂ ഫ്രണ്ട്സ് ആരാണെന്നുള്ളതും ട്രൂ റിലേറ്റീവ്സ് ആരാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാകുന്നത്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ അവസരം, ഈ അനുഭവം ഹെൽപ്പ് ചെയ്തു. അതുപോലെ ആക്ച്വലി അന്ന് ഒരു 4 മണിക്കാണല്ലോ അവിടെ ചെല്ലാൻ പറഞ്ഞത്. ഈ 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഓടി നടക്കുവാ. ഇത് ആദ്യം ഞാൻ മാറിയാൽ മതിയോ? അപ്പം ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇവള് സേഫാണോ, ഇവളെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, അന്വേഷണമെന്ന പേരിൽ ഇവളെ മാനസികമായിട്ട് ഹരാസ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയായിപ്പോയി. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് ഇവളെ ആയിട്ട് മാറണമല്ലോ. പക്ഷെ മാറാനായിട്ട് നമുക്ക് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ബൈക്കാണെങ്കിൽ അതെൻ്റെ വീട്ടുകാരവിടെ തടങ്കിൽ വെച്ചേക്കുവാണ്, അവരുടെ കസ്റ്റഡിയിലാണ്, നമുക്ക് തിരിച്ചു തരണില്ല. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. ലാസ്റ്റ് നമ്മുടെ വണ്ടിയിൽ തന്നെ നമ്മൾ പോയി. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിപ്പിൽ തേനിയെത്തി ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ അത്ര ഓടിച്ചു പോയത്. എനിക്ക് സത്യത്തിൽ അത്രയും ഞാൻ വണ്ടി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ലോങ് ഒന്നും പോകുന്ന ഒരാളല്ല. പക്ഷെ അന്നെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ എൻ്റെ കൂടെ ഇവളും ഉണ്ട്. അപ്പോൾ എന്നെ അഥവാ ഇടയ്ക്കിട്ട് പിടിച്ചുകൊണ്ട് പോയാലും ഇവക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ ഇവളെ സേഫായിട്ട് എത്തിക്കുന്ന രീതിയിൽ വേറെ ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവളെ എൻ്റെ കൂടെ സേഫായിട്ട് കൊണ്ടുപോവുക, ഞാൻ സേഫായിട്ടിരിക്കുക എന്നൊരു ഓപ്ഷൻ എൻ്റെ കയ്യിലുള്ളൂ. അല്ലാണ്ട് ആക്ച്വലി നേരെ പോയിട്ട് അകത്താവേണ്ട സീനായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പോയേനെ. പക്ഷെ ഇങ്ങനത്തെ ഒരു കളി ആയതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നതിൽ വിഷയമൊന്നുമില്ല. ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ കുറ്റം ചെയ്ത ആൾക്കാർ ടെൻഷൻ അടിക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾ ടെൻഷൻ അടിച്ചത്. ഒരു തെറ്റും ചെയ്യാതെ എന്താ വലിയ തെറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ നെഞ്ചും വിരിച്ച് നടക്കുന്നു. നിയമത്തിൻ്റെയും പൈസയുടെയും എല്ലാത്തിൻ്റെയും പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ ഇവിടെ തെറ്റ് ചെയ്യാതെ അലിഗേഷൻ്റെ പുറത്ത് സ്ത്രീകൾ കുറ്റം കൊടുത്തു അല്ലെങ്കിൽ പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നമ്മളെ മാക്സിമം ക്രൂസിഫൈ ചെയ്യുവാണ്. അല്ലെ
ആക്രമിക്കുവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. എൻ്റെ വീട് പോറ്റാൻ വേണ്ടി പോലും എൻ്റെ കൂടെ എൻ്റെ വൈഫും കിടന്ന് ഓടി നമ്മൾ അന്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളത്, എൻ്റെ വീട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാലം എൻ്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പം എന്നെ ഇവളെ ആവശ്യമില്ലാതെ ചവിട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലിക്കാൻ നോക്കിച്ച് ഇപ്പൊ ജയിലിലാക്കാൻ നോക്കണ്. എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ മറ്റേ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഒക്കെ റീചാർജ് ചെയ്ത് അതിനകത്ത് സിനിമയെ കണ്ടു തീരുമ്പോൾ അടുത്ത മാസം എനിക്ക് പറയും ഇനിയിപ്പം ഇതൊന്നും റീചാർജ് ചെയ്യണ്ട, ഇനി മറ്റേ അടുത്ത സാധനം റീചാർജ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വല്ല റീചാർജ് ചെയ്താൽ മതി. അല്ല അങ്ങനെ മാറിയായിരുന്നു. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കും ദൈവമേ എനിക്കൊരു സിനിമ കാണാൻ പറ്റണല്ലോ, നമ്മളൊന്നും ഇരിക്കാനുള്ള അവസരം കിട്ടണമല്ലോ. അങ്ങനെയായിരുന്നു നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഞാനും ഇവളും കേട്ടോ ഒരേപോലെയാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. ഒരുമിച്ചാണ് ഞങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഈ പ്രശ്നം വന്നുകൊണ്ടെന്താ ഞങ്ങൾക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടി. ഞങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് മടുത്തു. സത്യം, ജീവനം കൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ നമുക്ക് ടെൻഷനും ശരിക്കും ആദ്യമുണ്ട്. നമ്മൾ പിന്നെ ഒരു റൂം എടുത്ത് സേഫ് ആണെന്നൊരു ഇത് തോന്നിക്കഴിയുമ്പോൾ പിന്നെ റെസ്റ്റാണ്. നമുക്ക് ഫോൺ പോലും ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റണില്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാഞ്ഞത്. പിന്നെ നമുക്ക് ഇത് കിട്ടുന്നവരെ, അതായത് ബെയിൽ കിട്ടുന്നവരെ ഇനി പുതിയ സെക്ഷൻസ് ഒന്നും ഇവരെ എഴുതി ചേർക്കുകയും ചെയ്യരുതല്ലോ. ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണേലും നമുക്കെതിരെ പുതിയ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ നമ്മൾ മൊത്തത്തിൽ പെട്ടുപോകത്തേ ഉള്ളൂ. ഇപ്പം തന്നെ നമുക്ക് ഈ ട്രാവല്, അതായത് ഡീസൽ, സ്റ്റേ, പിന്നെ ഫുഡ്, അത്യാവശ്യം വസ്ത്രം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിനിടയ്ക്ക് അപ്പോൾ ഈ കാര്യങ്ങളും പിന്നെ ലീഗൽ സൈഡ് ബെയിലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയാലും 65 രൂപ മിനിമം, അല്ല 70 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നിട്ടുണ്ടല്ലേ, ഞങ്ങൾ കടം മേടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ചുണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ പണിയെടുക്കാൻ പണിസാധനം വരെ എൻ്റെ വീട്ടുകാർ കസ്റ്റഡി വെച്ചേക്കുവാണ്. കുഴപ്പമില്ല, നമുക്ക് പുതിയത് വാങ്ങിച്ചിട്ട് പണി റീസ്റ്റാർട്ട് ചെയ്യും. പുതിയ മേടിക്കാൻ പുതിയ കടം എടുക്കണം, അത് വേറെ കാര്യം. സാരമില്ല, ഇപ്പോൾ വേറെ ഓപ്ഷനും ഇല്ല. നമുക്കിപ്പം നിയമപരമായിട്ട് പോലും അങ്ങോട്ട് ചെല്ലാൻ പേടിയാണ്. കാരണം പുതിയ ട്രിക്ക് ഉണ്ടാക്കി പുതിയ അടി ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ കൊല്ലിച്ച് കളയും. ഇനി ചത്തുപോയില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് എങ്ങനെയും നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ ആക്രമണം കാണിക്കാണ്ട് രക്ഷപ്പെട്ട് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുതിയ കേസും കൊടുത്തേക്കും. എൻ്റെ പൊന്നെ, ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കറക്കി ഇതിനെ എലിവേറ്റ് ചെയ്ത് വേറെ ലെവലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ബർത്ത്ഡേ ആയിരുന്നു. ഈ ബർത്ത്ഡേ ആക്ച്വലി 27ാമത്തെ ബർത്ത്ഡേ നമ്മൾ ഈ പറഞ്ഞ വെക്കേഷനിൽ എനിക്ക് ആക്ച്വലി ഞാൻ പറയുവാണ് കേട്ടോ, നിൻ്റെ അനുഭവത്തോട് പറയാണ്. അതായത് ഒളിവിലെ ബർത്ത്ഡേ എന്നൊക്കെ ആയിട്ടാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. അമ്മാതിരി ഒരു അവസ്ഥയായി പോയി കേട്ടാ. അയ്യോ, നമ്മള് പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. സന്തോഷിച്ചോ, കുഴപ്പമില്ല. ഓരോരുത്തർക്ക് ഇതേപോലെ അനുഭവം വരുമ്പോഴത്തേക്കും അവർ മനസ്സിലാക്കും. അത്ര ഇത് പ്രാക്കല്ല കേട്ടാ, അതായത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ഓരോരുത്തർ അവനവന് വരുമ്പോഴേ അത് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എത്ര എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാലും എൻ്റെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ബിട്രയൽ കിട്ടുമ്പോൾ എനിക്ക് എത്ര വേദന ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഫീൽ ചെയ്യാത്ത ഒരു തെണ്ടിക്കും അത് മനസ്സിലാകാൻ പോണില്ല. അത് എന്നെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് കണക്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെയുള്ളവർ സത്യം പറഞ്ഞാൽ കമൻസ് ആയിട്ടൊക്കെ നമ്മുടെ പേജിലെ വീഡിയോയിലായിക്കോട്ടെ, പലരുടെ വീഡിയോസിലായിക്കോട്ടെ, ഇങ്ങനെ അവനവൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് അപ്പോഴാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവർക്കൊക്കെ ഈ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു 99% വീട്ടിലെ മൂത്ത ആൺതരികൾക്കും ഉള്ള അവസ്ഥ തന്നെയാണ് ഈ ബലിമൃഗമാക്കപ്പെടുക, ഉഴവുകാളെ ആക്കപ്പെടുക എന്നുള്ളത്. പിന്നെ ഇത്രയും കുറെ അവസ്ഥയിലൂടെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴും. സത്യം കേട്ടാ, നമുക്ക് ഡയറക്റ്റ് അറിയാത്ത ഒത്തിരി ആൾക്കാർ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരും ഉണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം ഈ കേസിന്റെ പുറത്ത് അറസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് കോടതിയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ കയ്യിലും പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ.